വെൽക്കം ബാക്ക് ടു ദ ചാനൽ. അങ്ങനെ കുറച്ച് കാലത്തിന് ശേഷം ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് നിങ്ങളെ കാണാൻ. ഞാൻ നിങ്ങളെ കാണുമെന്ന് അറിയില്ല, നിങ്ങളെന്തായാലും എന്നെ കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ ഇതാരാണെന്ന് ഞാൻ പരിചയപ്പെടുത്തേണ്ടതില്ല എന്ന് കരുതുന്നു. എൻ്റെ വൈഫാണ്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരുള്ള ആദ്യത്തെ വീഡിയോ ആണ്. പിന്നെന്താണ് നമ്മൾ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാൻ പോണത്? എന്താണ് ഉണ്ടാക്കാൻ പോണത്? നമ്മുടെ അച്ചായമാർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു വിഭവം. ഇപ്പം ഈസ്റ്ററിനാണെങ്കിലും ക്രിസ്മസിനാണെങ്കിലും ഇതില്ലാണ്ട് ഒരു പരിപാടി ഇല്ല. ആർക്കെങ്കിലും മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഉണ്ടാക്കാൻ പോണതായിട്ടാണ് ബീഫ് സ്റ്റൂ. നല്ല തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ടുള്ള ബീഫ് സ്റ്റൂ. അതാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോണത്. ബീഫ് സ്റ്റൂവിന് ആവശ്യമായ സാധനമൊക്കെ ഞങ്ങൾ മേടിച്ച് കട്ട് ചെയ്തെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതെങ്ങനെയാണ് ഇനി ഉണ്ടാക്കാൻ പോണതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ 1 കപ്പ് ബീഫ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക് ഒരു 4 എണ്ണം, കറിവേപ്പില, മല്ലിയില, ഗ്രാമ്പു, പട്ട, പെരിഞ്ജീരകം, കുരുമുളക്. പിന്നെ കുരുമുളക് പൊടി 1 ടീസ്പൂൺ, ഉപ്പ് 1 ടീസ്പൂൺ, ഒരു വലിയ സവോള ചെറുതായിട്ട് അരിഞ്ഞു വെച്ചത്, 1 ക്യാരറ്റ്, ഉരുളക്കിഴങ്ങ് 2 എണ്ണം, ബീൻസ് ഒരു 5 എണ്ണം. ഇനിയാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് തേങ്ങ. ഒരു തേങ്ങയുണ്ട്. ഇത് നമുക്കിനി അരച്ച് പിഴിഞ്ഞ് തേങ്ങാപ്പാലായിട്ട് എടുക്കണം. 1-ാം പാല് 2-ാം പാല് അങ്ങനെ 2 ഇതിൽ എടുക്കണം. ആദ്യം നമുക്ക് തേങ്ങാപ്പാൽ റെഡിയാക്കാം. 1-ാം പാൽ ആദ്യം പിഴിഞ്ഞ് മാറ്റി വെക്കണം, അതിനുശേഷം 2-ാം പാൽ. അപ്പോൾ നമുക്ക് 1-ാം പാൽ അരച്ചെടുക്കാം. അതിന് അധികം വെള്ളം ഒഴിക്കരുത്, കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. നമ്മുടെ 1-ാം പാൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് 2-ാം പാൽ റെഡിയാക്കാം. 2-ാം പാലിന് കുറച്ച് അധികം വെള്ളം ഒഴിക്കണം, കാരണം നമുക്കതൊരു 2 കപ്പെങ്കിലും മിനിമം വേണം. നമ്മുടെ 2-ാം പാൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ബീഫ് നമ്മൾ വേവിക്കുന്നത് 2-ാം പാലിൻ്റെ അകത്താണ്. കുറച്ച് 2-ാം പാൽ ഒഴിച്ച് ബീഫ് നമുക്ക് ആദ്യം വേവിച്ചെടുക്കാം. ബീഫ് വേവിക്കാനായിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചത്, ഉപ്പ്, കുരുമുളക് പൊടി, ഇത്രയും കാര്യങ്ങളാണ് വേണ്ടത്. എന്നിട്ട് നമുക്ക് ബീഫ് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി 2-ാം പാലും കൂടി ഒഴിച്ച് നമുക്ക് ബീഫ് ഒന്ന് വേവിച്ചെടുക്കാം. നമ്മുടെ ചട്ടി ഇവിടെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ആദ്യമേ നമ്മുടെ സ്പൈസസ് എല്ലാം ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. സ്പൈസസ് നന്നായി വറുത്ത് വരുന്ന സ്മെല്ല് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലോട്ട് സവോള ചേർത്ത് കൊടുക്കാം. ഉള്ളി വഴന്ന് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലോട്ട് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. അതാകുമ്പോൾ പെട്ടെന്ന് വഴന്ന് കിട്ടും. സവോള നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. പച്ചമുളക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ പച്ചമുളകിൻ്റെ പച്ചമണമൊക്കെ അങ്ങ് മാറിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് അരിഞ്ഞു വെച്ചേക്കുന്ന ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം. ക്യാരറ്റ്, ബീൻസ് ഇതെല്ലാം ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കാം. പിന്നെ നമ്മൾ സ്റ്റൂവിൽ
മുളക് പൊടി യൂസ് ചെയ്യൂല, കുരുമുളക് പൊടിയും അതുപോലെ തന്നെ പച്ചമുളകുമാണ് യൂസ് ചെയ്യുന്നത്. ബീഫ് സ്റ്റൂവിൻ്റെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മൾ ഒരുപാട് വെജിറ്റബിൾസ് ഇതിൽ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ഇത് കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. ഇനി ഇതിലോട്ട് നമുക്ക് രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാം. നമുക്കിനി ഇതിന് ഉപ്പുണ്ടോയെന്നൊന്ന് നോക്കാം. ഉപ്പില്ലെങ്കിൽ ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കണം. എനിക്കിവിടെ കുറച്ചുകൂടി ഉപ്പ് വേണം. ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് നമുക്കൊന്ന് ഇത് വെജിറ്റബിൾസ് ഒന്നും വേവിച്ചിട്ടില്ലല്ലോ, അപ്പോൾ ഇതൊന്ന് വേകാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം ഒരു 5 മിനിറ്റ് മൂടി വെക്കാം. നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ വേവിച്ച് വെച്ച ബീഫ് ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഇതിലോട്ട് മല്ലിയില ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ മാറ്റി വെച്ച ഒന്നാം പാല്, നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഒന്നാം പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ തിളപ്പിക്കരുത് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഫ്ലെയിം ഓഫാക്കാം. അപ്പോൾ നമ്മുടെ ബീഫ് സ്റ്റൂ ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ? പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൽ നമ്മൾ നല്ല വെജിറ്റബിൾസ് യൂസ് ചെയ്തിട്ടുണ്ട്. ഉരുളക്കിഴങ്ങുണ്ട്, ക്യാരറ്റ് ഉണ്ട്, ബീൻസ് ഉണ്ട്. അപ്പം കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് പറ്റിയ ഏറ്റവും നല്ലൊരു വിഭവമാണിത്. പിന്നെ നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല അരിപ്പത്തിരിയും ബീഫ് സ്റ്റൂ കഴിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. സംഗതി എങ്ങനെയായിരുന്നു, പൊളിയായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കണം. അപ്പോൾ ട്രൈ ചെയ്തിട്ട് അതിൻ്റെ അഭിപ്രായം കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.